നമസ്കാരം. പട്ടികജാതി കുട്ടികളോട് അയിത്തം കാട്ടിയ വിഷയത്തിൽ വി മുരളീധരന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു കുറിപ്പായിട്ടാണ് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിമർശനവും എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് വിശദീകരിച്ചിരിക്കുന്നത്. ഏതൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ വിദഗ്ധമായിട്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞ് ന്യായീകരിക്കണമല്ലോ. നമ്മൾ ഉള്ളാലെ ചിന്തിച്ചത് എന്താണ്, അതിനെ സംബന്ധിച്ച് സമൂഹത്തിൽ നിന്ന് വിമർശനം ഉണ്ടാകുമ്പോൾ സേഫ് സോണിൽ നിന്ന് മറുപടി പറയുക എന്നുള്ളത് ഏതൊരു വ്യക്തിയും സ്വീകരിക്കുന്ന രീതിയാണ്. അതിൽ പ്രത്യേകിച്ച് വി മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ കഴിവ് അപാരമാണല്ലോ. ഇപ്പോൾ ആ ദൃശ്യം എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. ആ ദൃശ്യവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കുട്ടികളെ സംബന്ധിക്കുന്നിടത്തോളം ഇങ്ങനെ കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ മുട്ടായി തട്ടിക്കൊടുക്കുക എന്ന് പറയുന്നതല്ലല്ലോ ഒരു ജനപ്രതിനിധിയും ഒരു മുതിർന്ന ആളും ചെയ്യേണ്ട കാര്യം. അങ്ങനെ നമ്മൾ ആഹാരം തട്ടിക്കൊടുക്കുന്നത് ആർക്ക് മുന്നിലാണ്, അത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ കൊടുക്കുന്ന രീതിയിലാകരുതല്ലോ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കേണ്ടതും, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്. അതും ക്യാമറകൾ ഓൺ ചെയ്ത് വെച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്ന സന്ദർഭത്തെങ്കിലും അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിക്കണമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പും വിശദീകരണവും അത് നാട്ടുകാരെ അറിയിക്കേണ്ടതുണ്ട്, ഏകപക്ഷീയമാകരുതല്ലോ. ഇങ്ങനെയാണ് വി മുരളീധരൻ ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് മിഠായി തട്ടിക്കൊടുത്തു, MLAക്ക് അയിത്തം, ദേശാഭിമാനിയുടെ ക്യാപ്സ്യൂൾ കൊള്ളാം. കട്ടേല മോഡൽ സ്കൂളിലെ കുരുന്നുകൾക്ക് മിഠായിയും വാങ്ങിയാണ് പ്രവേശനോത്സവത്തിന് പോയതെന്നത് വസ്തുതയാണ്. മറ്റാരും വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചതല്ല. അവിടെ ചെന്നപ്പോൾ മന്ത്രി എത്തി, പരിപാടി തുടങ്ങാറായി. വാങ്ങിക്കൊണ്ട് ചെന്ന മിഠായി ഓരോ കുട്ടികൾക്കായി കൊടുക്കാൻ നിന്നാൽ മന്ത്രി അടക്കം മറ്റുള്ളവർ പിന്നെയും കാത്തു നിൽക്കേണ്ടി വരും. കുട്ടികൾക്ക് വാങ്ങിയ മിഠായി അവർക്ക് കൊടുക്കണമല്ലോ. വേഗത്തിൽ വിതരണം പൂർത്തിയാക്കാൻ മേശതോറും ഒന്നിച്ചു നൽകി. ഈ ചെറിയ കാര്യത്തിനാണ് CPM ജാതി വിദ്വേഷത്തിന്റെ നിറം കൊടുക്കാൻ ശ്രമിച്ചത്. എത്ര കൊടും വിഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുഞ്ഞുങ്ങളിൽ പോലും കുത്തിവെക്കാൻ ശ്രമിച്ചത് എന്ന് നോക്കൂ. ദേശാഭിമാനി ചീറ്റിയ വിഷയം വസ്തുത തിരക്കാതെ ഏറ്റെടുത്തു BJP വിരോധം തലയ്ക്ക് പിടിച്ച മറ്റു മാധ്യമങ്ങൾ. തിരഞ്ഞെടുപ്പിൽ ജനം ചൂലെടുത്ത് അടിച്ചിറക്കിയിട്ടും CPMന്റെയും അവരുടെ അടിമകളുടെയും കണ്ണ് തുറന്നിട്ടില്ല എന്ന് ചുരുക്കം. NB നിയമസഭ തല്ലിത്തകർത്ത ശിവൻകുട്ടി അപ്പൂപ്പനിൽ നിന്ന് സംസ്കാരം പഠിക്കേണ്ട ഗതികേട് തൽക്കാലം ഇല്ല. ഇതാണ് വി മുരളീധരന്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ സ്കൂളിലേക്ക് മിഠായും ചെന്നപ്പോൾ മന്ത്രി അവിടെ കാത്തു നിൽക്കേണ്ടി വരുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ പെട്ടെന്ന് കൊടുക്കാനെന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് തട്ടിക്കൊടുത്തതെന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ എത്ര എളുപ്പമാണ് മിസ്റ്റർ മുരളീധരൻ ആ മിഠായി കവറിന്റെ മുകൾ വശം ഒന്ന് ഓപ്പൺ ചെയ്യുക. കുട്ടികളുടെ നേരെ ഒന്ന് നീട്ടിക്കൊടുത്താൽ അവർ ആവശ്യമുള്ളത് എടുക്കും. അത് തന്നെ എത്ര മനോഹര കാഴ്ചയാണ്. ഞാൻ ഡെസ്കിൽ തട്ടിക്കൊടുത്ത് ആവശ്യമുള്ളത് എടുത്തോട്ടെ എന്ന് കരുതുന്നതെന്ന് പറയുന്നത് എന്ത് തരം മനോഭാവമാണ്? നിങ്ങൾ മറ്റുള്ളവർ ഇങ്ങനെയാണോ ഒരു സന്തോഷപൂർവ്വം ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത്? ആവശ്യമുള്ളത് തട്ടിക്കൊടുത്തിട്ട് പോകുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും ഈ രീതി അവലംബിക്കൂ. ചിലയിടത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ തോന്നത്തില്ല, ചിലയിടത്ത് ചെയ്യാൻ തോന്നും. അതേ ഉള്ളൂ പ്രശ്നം. ആ കാര്യത്തെ മറയ്ക്കാൻ വേണ്ടി നിയമസഭ തല്ലിത്തകർത്തു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് ന്യായീകരണമാണ്. ശ്രദ്ധയില്ലാതെ സംഭവിച്ചതെന്ന് പറയുന്നതാണ് ഇതിനേക്കാൾ അന്തസ്സെന്ന് പറയുന്നത്. ആ സന്ദർഭത്തിൽ മന്ത്രി ഉണ്ടായിരുന്നു, കാത്തു നിന്നു. അതിനെന്താണ് നിങ്ങൾ കൊടുക്കണമെന്ന് ഇത്ര നിർബന്ധം? ക്യാമറ ഉള്ളത് കൊണ്ടാണോ? ഏതെങ്കിലും ഒരു കുട്ടിയെ ഏൽപ്പിച്ചാൽ ഇതിനേക്കാൾ വേഗത്തിൽ അവർ കൊടുത്തു തീർക്കുമല്ലോ. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പേർക്ക് അത് കൊടുത്തതിന് ശേഷം ബാക്കി അവിടെ നിൽക്കുന്ന ആരെങ്കിലും വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചാൽ പോലെ. നിങ്ങളോടൊപ്പം തന്നെ MLA എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും ഒക്കെ ഒപ്പം വരും, അവർ കൊടുത്താൽ ശരിയാകത്തില്ലേ? ഞാൻ തന്നെ കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് ക്യാമറ അഭിനയങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രവർത്തി, അതിൽ ഉള്ളിലുള്ളൊരു കാര്യം അറിയാതെ പുറത്തേക്ക് വന്നതെന്നേ ഉള്ളൂ. അത് ചൂണ്ടിക്കാട്ടും. അക്കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ അതുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി തന്നെ സമൂഹം വിമർശിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലാതെ വി മുരളീധരൻ എന്ന വ്യക്തിയോട് എന്തെങ്കിലും ശത്രുതയുള്ളത് കൊണ്ടല്ല. ഈ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് അത്തരം ദുരനുഭവങ്ങളോ അല്ലെങ്കിൽ അവർ മറ്റിടങ്ങളിൽ കാണാത്തൊരു കാഴ്ച ആരിൽ നിന്നുണ്ടായാലും അതൊക്കെ തുറന്നു കാട്ടുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള എതിരഭിപ്രായം കൊണ്ടാണെന്നൊന്നും പറയരുത്. ചെയ്തതിൽ നിങ്ങൾ തന്നെ സ്വയം ഒരു വിമർശനം നടത്തി നോക്കൂ. പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഇങ്ങനെയാണോ കുട്ടികളടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം? ഒരിക്കലുമല്ല. അത് ചെയ്തത് ശരിയായ ഒരു രീതിയുമല്ല. ആ കാഴ്ച കാണുമ്പോൾ അതിലെന്തോ ഒരു അസ്വാഭാവികതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് ചൂണ്ടിക്കാട്ടിയതിന് രാഷ്ട്രീയ അടിമകൾ, വിമർശനങ്ങൾ അല്ലെങ്കിൽ BJP വിരോധം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അത് തെറ്റ് സംഭവിച്ചു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. വളരെ മനോഹരമായ പ്രതികരണമായി പോയത്. ബാക്കിയുള്ള വിശദീകരണം എല്ലാം എന്തോ BJP വിരോധം തലയ്ക്ക് പിടിച്ച് വി മുരളീധരൻ തെരഞ്ഞെടുക്കപ്പെട്ട MLA ആയതിനു ശേഷം അത് അല്ലാതായി മാറത്തില്ലല്ലോ.
5 വർഷം നിങ്ങൾ ഈ നാടിൻ്റെ MLA തന്നെയാണ്. ആ MLA ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചെങ്കിൽ അതെല്ലാം രാഷ്ട്രീയമാണെന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ എത്രയോ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു കഴിഞ്ഞു. അതിൽ വിമർശനമുള്ള കാര്യങ്ങൾ വരുമ്പം വിമർശിക്കുമെന്നേ, അതിൽ ഇങ്ങനെ അസഹിഷ്ണുത കാട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനിയുള്ള ഒരിടത്തെങ്കിലും, പ്രത്യേകിച്ച് പിന്നോക്കാവസ്ഥയിൽ നിന്ന് വന്ന മനുഷ്യരോടൊക്കെ ഇത് കാണിക്കുമ്പോൾ, പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ഈ എറിഞ്ഞുകൊടുപ്പും അല്ലെങ്കിൽ കുഴികുത്തിക്കൊടുപ്പൊക്കെ കഴിഞ്ഞു പോയ ഒരു കാലമാണ്. അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ബാലാരിഷ്ടതകളോ അല്ലെങ്കിൽ അവശേഷിപ്പുകളോ കണ്ടാൽ അത് അങ്ങനെയാണെന്ന് തോന്നിയാൽ വിമർശിക്കുമെന്ന് ഒരു സംശയവുമില്ല തന്നെ.